അന്താരാഷ്ട്ര വനിതാ ദിനാചരണം കസ്തൂർബ ഗാന്ധി ദർശന പ്രബോധനം നടത്തി സൗഹൃദം ദേശീയവേദിയുടെ പ്രവർത്തകർ പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒത്തുചേർന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കസ്തൂർബ ഗാന്ധി ദർശന പ്രബോധന പൊതുയോഗം നടത്തി. കസ്തൂർബ ഗാന്ധി, ജെന്നി മാർക്സ്, സുഷമ സ്വരാജ് തുടങ്ങിയ മാതൃകാ വനിതകളെ അനുസ്മരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ ക്ഷേമം, സമഗ്ര പുരോഗതി, സ്വാശ്രയത്വം തുടങ്ങിയവയ്ക്കായി രാഷ്ട്രരക്ഷയ്ക്കും പുരോഗതിക്കുമായി പ്രവർത്തിക്കുമെന്നും മദ്യം, മയക്കുമരുന്ന്, അഴിമതി തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ അഹിംസ, സത്യാഗ്രഹം തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ നന്മകളുടെ പോരാട്ടങ്ങൾ നടത്തുമെന്നും കസ്തൂർബ ഗാന്ധിയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തു. പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ഗാന്ധിയൻ പ്രവർത്തകയും സൗഹൃദം ദേശീയവേദി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റും പാലക്കാട് ഹിന്ദി മഹാവിദ്യാലയ പ്രിൻസിപ്പളുമായ ഫാത്തിമ കെയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൗഹൃദം ദേശീയവേദി വനിതാ വിഭാഗം ജില്ലാ കൺവീനർ ശാന്തി എം നടരാജൻ അധ്യക്ഷത വഹിച്ചു. സൗഹൃദം ദേശീയവേദി ജില്ലാ പ്രസിഡന്റ് പി വി സഹദേവൻ ആമുഖ പ്രഭാഷണം നടത്തി. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ജനതയുടെ അമ്മ എന്ന് വിശേഷിപ്പിച്ച കസ്തൂർബ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല നക്ഷത്രമാണെന്നും അവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തെ അടിസ്ഥാനമാക്കി നാടകം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിയൻ പ്രവർത്തക കെ.ടി. പുഷ്പവല്ലി നമ്പ്യാർ, പാലക്കാട് പോലീസ് കൺട്രോൾ റൂം ASI അനിത ബി, സിവിൽ പോലീസ് ഓഫീസർ സന്ധ്യ പി, കമല ഭാസ്കർ, സുഭാഷ് കുമാർ M, അക്ബർ ബാദുഷ H, ഖാദർ മൊയ്തീൻ K, കനകൻ പാടത്ത് വീട്, ഗീത, നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാർ കസ്തൂർബ ഗാന്ധിയെ രാഷ്ട്രമാതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യത്തെ മികച്ച വനിതകൾക്ക് കസ്തൂർബ ഗാന്ധിയുടെ പേരിൽ ഭാരത വനിതാരത്ന പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തണമെന്നും കേരള സർക്കാർ നൽകി വരുന്ന വനിതാരത്നം പുരസ്കാരത്തിന്റെ പേര് കസ്തൂർബ ഗാന്ധി വനിതാരത്ന പുരസ്കാരം എന്ന പേരിലേക്ക് മാറ്റണമെന്നും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കസ്തൂർബ ഗാന്ധിയുടെ പേരിൽ വനിതാ ഗ്രാമസഭകൾ ആരംഭിക്കണമെന്നും പൊതുയോഗം ആവശ്യപ്പെട്ടു. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതുമൂലം ഉണ്ടായ യുദ്ധത്താൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1000-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ലോകത്തെ അശാന്തിയിലാഴ്ത്തുന്ന ഈ യുദ്ധം നിർത്താൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഉടൻ ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു.